നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ പ്രചരണം കൊട്ടിക്കലാശത്തിലേക്ക്. നാളെ പരസ്യ പ്രചരണത്തിന് സമാപനം. സ്ഥാനാർത്ഥികൾ അവസാനഘട്ട പര്യടനത്തിൽ. രാഷ്ട്രീയ നേതൃത്വം ചൂടേറിയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി സജീവം. വോട്ടെടുപ്പ് വെള്ളിയാഴ്ച. പെയിന്റിങ്ങിനായി വീട് വൃത്തിയാക്കുന്നതിനിടെ വാട്ടർ ഗണ്ണിൽ നിന്ന് ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. ഗുരുവായൂർ അരങ്ങത്തയിൽ പറമ്പിൽ കോറോട്ട് വീട്ടിൽ 35 വയസ്സുള്ള ശ്രീജേഷാണ് മരിച്ചത്. തൈക്കാട് പുതുവീട്ടിൽ നജീബിന്റെ വീട് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം. ചെമ്മണ്ണൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിനിടെയുണ്ടായ സംഘർഷം. 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റവർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. പ്രചരണം കൊട്ടിക്കലാശത്തിലേക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് വിശേഷം. ചൂടേറിയ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കും വിവാദങ്ങൾക്കും അവസാനം കുറിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ കൊട്ടിക്കലാശം നാളെ വൈകിട്ട് 6 മണിയോടെ പരസ്യ പ്രചരണത്തിന് കൊടിയിറങ്ങും. കൊണ്ടും കൊടുത്തും നടന്ന രാഷ്ട്രീയ വാക്പോര് സജീവമാക്കിയ 1 മാസത്തിലധികം നീണ്ട പ്രചരണങ്ങൾക്കൊടുവിലാണ് കേരളം പോളിംഗ് ബൂത്തിലെത്തുന്നത്. സംസ്ഥാന ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം പ്രാദേശിക പ്രശ്നങ്ങളും സിറ്റിംഗ് എംപിമാരുടെ പ്രകടനങ്ങളുമെല്ലാം പ്രചരണ സമയത്ത് വിഷയങ്ങളായി. കേരളത്തിൽ 2020 വിജയമാണ് UDF അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തവണ കൂടെ നിൽക്കാത്ത ആലപ്പുഴ കൂടി ഒപ്പം നിർത്തുമെന്ന് പറയുന്ന വലതുമുന്നണി നേതൃത്വം 20 ലോക്സഭാ മണ്ഡലങ്ങളിലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. എന്നാൽ 2019 ആവർത്തിക്കില്ലെന്നും മികച്ച വിജയം ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ സ്വന്തമാക്കുമെന്നും LDF നേതൃത്വം അവകാശപ്പെടുന്നു. സംസ്ഥാന മന്ത്രിസഭയിലെ സീനിയർ മന്ത്രി, CPM പോളിറ്റ് ബ്യൂറോ അംഗം, ജില്ലാ സെക്രട്ടറിമാർ, MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും കളത്തിലിറക്കിയ ഇടതുമുന്നണി സംഘടനാ സംവിധാനം സക്രിയമാക്കി പ്രചരണം ശക്തമായി നടത്തിയിരുന്നു. ദേശീയ ജനാധിപത്യ സഖ്യമാകട്ടെ സാക്ഷാൽ പ്രധാനമന്ത്രിയെ തന്നെ കേരളത്തിൽ നിരന്തരം പ്രചരണത്തിനായി എത്തിച്ച് അക്കൗണ്ട് തുറക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനത്തിൽ BJPക്കുണ്ടായ വർധനവ് നിലനിർത്തുന്നതിനൊപ്പം തന്നെ A ക്ലാസ് മണ്ഡലങ്ങളിലെ വിജയത്തിനായുള്ള പരിശ്രമങ്ങളും സജീവമായി നടത്തുകയാണ്. നാളെ വൈകിട്ട് 6 മണിക്ക് പരസ്യ പ്രചരണത്തിന് സമാപനമാകുമ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കേരളത്തിലെ മുന്നണികൾ. പൊളിറ്റിക്കൽ ഡെസ്ക്, CCTV. തൃശൂരിന്റെ തീരദേശത്തിന്റെ മനസ്സറിഞ്ഞ് K മുരളീധരന്റെ തീരദേശ റോഡ് ഷോ. വലപ്പാട് നിന്ന് ആരംഭിച്ച തീരദേശ റോഡ് ഷോ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. K മുരളീധരനെ പങ്കായം നൽകിയും വലകൊണ്ട് മാലയണിയിച്ചുമാണ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തിന്റെ മതേതരത്വവും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് തങ്ങൾ പറഞ്ഞു. കേരളത്തിന്റെ തീരദേശ മേഖലയ്ക്ക് എന്നും താങ്ങും തണലുമായത് UDF സർക്കാരുകളാണ് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മുസ്ലിം ലീഗ് നേതാവ് ഹാറൂൺ റഷീദ്, TN പ്രതാപൻ MP, ജോസ് വള്ളൂർ, അനിൽ പുളിക്കൻ, സുനിൽ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് യാത്ര നടന്നത്. കഴിമ്പ്രം ബീച്ച് മുതൽ പുന്നൂർക്കുളം മന്ദലാംകുന്ന് ബീച്ച് വരെയാണ് യാത്ര. തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കുമെന്ന് തീരദേശവാസികൾക്ക് K മുരളീധരൻ ഉറപ്പു നൽകി. കേരളത്തിൽ നിന്ന് ഒരൊറ്റ BJPക്കാരനെയോ ഒരൊറ്റ ഇടതുപക്ഷക്കാരനെയോ നമ്മൾ ഡൽഹിക്ക് അയക്കരുത്. കാരണം ഇത് 2 ഡൽഹി ചെല്ലുമ്പോൾ ഒന്നാവും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കൂട്ടർ വർഗീയവാദികൾ, മറ്റേ കൂട്ടർ പൂരം മുടക്കിയ. ഈ 2 പേരും നാടിനാപത്താണ്. അതുകൊണ്ട് UDF ജയിക്കണം, ഇന്ത്യ മുന്നണി ജയിക്കണം. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവാത്ത രീതിയിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണം. ഇതെല്ലാമാണ് നമ്മുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ. തൃശൂർ നഗരത്തിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തതായി ആക്ഷേപം. വമ്പൻ കെട്ടിട സമുച്ചയങ്ങളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ച് വ്യാപകമായി വോട്ട് ചേർത്തുന്നുവെന്ന ആക്ഷേപവുമായി ഇടതുമുന്നണി നേതാക്കളാണ് രംഗത്ത് വന്നത്. വോട്ടേഴ്സ് സ്ലിപ്പ് നൽകുന്നതിനിടെയാണ് ഫ്ളാറ്റിലെ വിലാസത്തിൽ വ്യാജമായി വോട്ട് ചേർത്തത് ശ്രദ്ധയിൽപ്പെട്ടത്. നഗരമധ്യത്തിലെ ഇൻലാൻഡ് ഉദയ ഫ്ളാറ്റ് സമുച്ചയത്തിൽ മാത്രം 73 പേരുടെ വോട്ടുകൾ ചേർത്തതായാണ് കണ്ടെത്തിയതെന്ന് ഇവർ പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാപകമായി കള്ളവോട്ട് ചേർത്തതായാണ് മനസ്സിലാക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കോർപ്പറേഷൻ കൗൺസിലറുമായ PK ഷാജൻ പറഞ്ഞു. ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാണ്ട് 73 വോട്ട് ഒറ്റയടിക്ക് ചേർക്കും. ഇപ്പൊ അവർക്ക് BLOമാർക്ക് എവിടെയോ ആളെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണില്ല.
അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു വർക്ക് നടന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പട്ടികയിൽ പേരുണ്ടെങ്കിലും സ്ലിപ്പ് കൊടുക്കാൻ എത്തിയപ്പോൾ ആളെ കാണാനില്ല. 73 പേരുടെ സ്ലിപ്പ് ഒരുമിച്ച് ഇവിടെ ഏൽപ്പിച്ചു പോയി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആളുകൾ താമസമില്ലാത്ത ഫ്ളാറ്റുകളിൽ ക്രമവിരുദ്ധമായി വോട്ട് ചേർത്തതായാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. കള്ളവോട്ട് ചെയ്യാൻ വരുന്നവരെ ജയിലിലടയ്ക്കാനുള്ള നടപടിയിലേക്ക് പോകുമെന്നും ഷാജൻ വ്യക്തമാക്കി. ഫ്ളാറ്റുകളിൽ താമസമില്ലാത്തിടത്ത് കുത്തിക്കയറ്റി 73 വോട്ട് ചേർന്നു എന്നാണ് ഞങ്ങളിപ്പോൾ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഇത് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ ഒരിക്കലും സമ്മതിക്കില്ല. അവരെ ജയിലിൽ അടയ്ക്കുന്ന നടപടിക്ക് നമ്മൾ പോകും. മാന്യമായി വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് പോലും അന്തസ്സായി വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവണത്. അപ്പോൾ കള്ളവോട്ട് ചേർത്തിയവരെയും വോട്ട് ചെയ്യാൻ വരുന്നവരെയും മാതൃകാപരമായ നടപടിക്ക് ഞങ്ങൾ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. നഗരത്തിലെ ഫ്ളാറ്റുകളിലെല്ലാം ഇത്തരത്തിൽ കള്ളവോട്ടുകൾ ചേർത്തതായുള്ള സംശയം ബലപ്പെടുകയാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി സ്വരൂപിച്ച പണം ഉപയോഗിച്ച് വോട്ടർമാരെയും ഉദ്യോഗസ്ഥരെയും കയ്യിലെടുത്താണ് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ഇടതു നേതാക്കൾ കൂട്ടിച്ചേർത്തു. ഉദ്യോഗസ്ഥരുടെ പങ്കില്ലാതെ ഒറ്റയടിക്ക് 73 പേരുടെ വോട്ട് ചേർക്കാൻ കഴിയില്ലെന്നും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യമാണെന്നും പട്ടികയിൽ പേരുള്ള 73 പേർ എവിടെയുള്ളവരാണെന്ന് ഉദ്യോഗസ്ഥർക്ക് പോലും വ്യക്തതയില്ലെന്നും നേതാക്കൾ വിശദീകരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. വ്യാജ നോട്ടീസ് പ്രചരണത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി LDF മറ്റമേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് ശിവൻ വാഗ, സെക്രട്ടറി KS ദിലീപ് എന്നിവരാണ് മേൽവിലാസമില്ലാത്ത നോട്ടീസിനെതിരെ പരാതി നൽകിയത്. പാർലമെന്റ് ഇലക്ഷനിൽ LDF വീട്ടിൽ ഇരിക്കട്ടെ എന്ന തലക്കെട്ടിൽ 2 പുറമുള്ള അച്ചടിച്ച നോട്ടീസ് ചൊവ്വാഴ്ചയാണ് മറ്റമേഖലയിൽ വ്യാപകമായി വിതരണം ചെയ്തത്. സംഘടിതമായി വീടുകളിലെത്തിയാണ് ലഘുലേഖ വിതരണം ചെയ്തിരിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു. ഇത്തരം വ്യാജന്മാർ ഇനിയും പുറത്തിറങ്ങുമെന്നും ജനം കരുതിയിരിക്കണമെന്നും LDF മേഖലാ ഭാരവാഹികൾ പറഞ്ഞു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോ നടന്നു. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഷോ ആരംഭിച്ചത്. നിയോജക മണ്ഡലം ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ, KPCC സംസ്ഥാന കമ്മിറ്റി അംഗം ജോസഫ് ചാലിശ്ശേരി, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PM അമീർ, ലീഗ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം EP കമറുദ്ദീൻ, അമ്പലപ്പാട്ട് മണികണ്ഠൻ, KC മൊയ്തുട്ടി, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ, കോൺഗ്രസ് DCC ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിസംബോധന ചെയ്തു. സ്ഥാനാർത്ഥിയുടെ ചിത്രവും വോട്ട് അഭ്യർത്ഥിച്ചുള്ള പ്ലക്കാർഡുകളും മൂവർണ്ണക്കൊടിയുമായി നൂറുകണക്കിന് പ്രവർത്തകർ കാൽനടയായും ബൈക്കിലുമായി റോഡ് ഷോയിൽ പങ്കെടുത്തു. ബാൻഡ് മേളവും വനിതകളുടെ ചെണ്ടമേളവും അകമ്പടിയായി. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി റോഡ് ഷോ തിരുവല്ലാമലയിൽ സമാപിക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കുട്ടിക്കലാശം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 ആരംഭിക്കും. സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമാപനം സ്വരാജ് റൗണ്ടിലായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അനുബന്ധിച്ചുള്ള പ്രചരണ സമാപന കുട്ടിക്കലാശം 4:30 വിവിധ ആഘോഷ പ്രകടനങ്ങളോടുകൂടിയാണ് സംഘടിപ്പിക്കുക. സുരേഷ് ഗോപിയെ ആനയിച്ചുകൊണ്ട് ബിനി ടൂറിസ്റ്റ് ഹോമിന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന കുട്ടിക്കലാശ പ്രകടനം രാഗം തിയേറ്ററിന് സമീപം സമാപിക്കും. തൃശൂർ, ഒല്ലൂർ, പുതുക്കാട്, ചേർപ്പ് മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പ്രചരണ സമാപന ചടങ്ങിൽ സംബന്ധിക്കും. വിവിധതരം കലാരൂപങ്ങളും ആഘോഷങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ബൈക്ക് റാലിയും കുട്ടിക്കലാശത്തിലുണ്ടാകും. 4:30 ആരംഭിക്കുന്ന പ്രകടനം ബിനി ടൂറിസ്റ്റ് ഹോമിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് നായ്ക്കനാൽ, നടുവിലാൽ വഴി രാഗം തിയേറ്ററിനും തെക്കേ ഗോപുര നടക്കും ഇടയിലുമായി സമാപിക്കും. ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ച പ്രകാരം വൈകിട്ട് 6 മണി വരെയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണം. മണലൂർ, ഗുരുവായൂർ, നാട്ടിക നിയോജക മണ്ഡലങ്ങളിൽ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടി ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ കുട്ടിക്കലാശം നടക്കും. CCTV ന്യൂസ് കേച്ചേരി. ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ വിജയത്തിനായി LDF എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചിറ്റണ്ട തൃക്കണ പതിയാരം സെന്ററിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണക്കുടകളും ബലൂൺ പ്ലക്കാർഡുകളുമായി ആരംഭിച്ച പ്രകടനം ചിറ്റണ്ട സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM സംസ്ഥാന സമിതി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം S ബസന്തലാൽ അധ്യക്ഷനായി. OK ശശി, M നന്ദീഷ്, MS സിദ്ധൻ, പുഷ്പ രാധാകൃഷ്ണൻ, K സതീഷ് കുമാർ, ഷീജ സുരേഷ്, AK കണ്ണൻ, ബിന്ദു ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. BJPയുടെയും ആളുകൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ അവരെ മാനഭംഗപ്പെടുത്തുന്നു. എന്നിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കുകയാണ് സ്ത്രീ സുരക്ഷ. 40,000-40,000-ഓളം ആളുകളാണ് അഭയാർത്ഥി ക്യാമ്പിലായത്. അവിടെ അതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ്. എന്ത് സ്ത്രീ സുരക്ഷയാണ് മോദിയുടെ ഭരണത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടന്നത് എന്ന് അദ്ദേഹം പറയുന്നില്ല. രാജ്യത്ത് വിലക്കയറ്റം നിയന്ത്രിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില 50 രൂപയിലേക്കാണ്. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ വന്നാൽ വില കുറയ്ക്കും. പ്രകടന പത്രികയിൽ BJPയുടെ
പെട്രോളിന് വില കുറയ്ക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നതിന് ശേഷമാണ് ഡീസലിന് പെട്രോളിന് വില കൂട്ടിയത്. അപ്പൊ മുരളീധരൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പറഞ്ഞു ഇതൊന്നും സാധാരണക്കാരെ ബാധിക്കുന്നതല്ല. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി അവസാനഘട്ട പ്രചരണ പര്യടനമാണ് പൂർത്തിയാകുന്നത്. എരുമപ്പെട്ടി മേഖല ഈസ്റ്റ് വെസ്റ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സ്വീകരണമൊരുക്കിയത്. കാഞ്ഞിരക്കോട് നിന്നാരംഭിച്ച് എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ചു. പ്രവർത്തകരും വോട്ടർമാരും ഹാരാർപ്പണം നടത്തി. അകമ്പടിയായി ബൈക്ക് റാലിയുമുണ്ടായിരുന്നു. LDF നേതാക്കളായ TK ദേവസി, MS സിദ്ധൻ, M നന്ദീഷ്, അബാൽമണി, TK ശിവൻ, TK മനോജ് കുമാർ, UK മണി, ഡോക്ടർ VC ബിനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. AC മൊയ്തീൻ MLA, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, M ബാലാജി, MN സത്യൻ, ഡോക്ടർ KD ബാഹുലയൻ, KM അഷ്റഫ്, KT ഷാജൻ മാസ്റ്റർ, ജലീൽ പഴുനാന തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. എരുമപ്പെട്ടി കരിയന്നൂർ കോളനിയിൽ നിന്ന് ആരംഭിച്ച് കുടുംബ് സെന്ററിൽ സമാപിച്ചു. വാഹന പ്രചരണ ജാഥയ്ക്ക് കരിയന്നൂർ കോളനി, ഉമ്മിക്കുന്ന് കോളനി, കുട്ടഞ്ചേരി, പതിയാരം, ആറ്റത്ര, കുടുംബ് എന്നിവിടങ്ങളിൽ പ്രവർത്തകരും വോട്ടർമാരും സ്വീകരണം നൽകി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, DCC സെക്രട്ടറി ബിജോയ് ബാബു, UDF മണ്ഡലം ചെയർമാൻ NK കബീർ, കൺവീനർ അമ്പലപ്പാട്ട് മുരളീധരൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ KR രാധിക, സഫീന ആസിസ്, UDF നേതാക്കളായ K ജയശങ്കർ, MM നിഷാദ്, MC ഐജു, അജു നെല്ലുവായ്, MA ഉസ്മാൻ, ഗിരീഷ് മാസ്റ്റർ, അനിത വിൻസെന്റ്, രഘു കരിയന്നൂർ, അമൃത ഷിജു തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. LDF പന്നിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. നൂറുകണക്കിന് പേർ പങ്കെടുത്ത റാലി നിശ്ചല ദൃശ്യങ്ങളുടെയും പൂക്കാവടികളുടെയും വാദ്യാഘോഷങ്ങളുടെയും ആധുനിക ചലനാത്മകമായ രൂപങ്ങളുടെയും കൊടിത്തോരണങ്ങളുടെയും അകമ്പടിയോടെ വർണ്ണശബളമായി. തുടർന്ന് പന്നിത്തടം സെന്ററിൽ നടന്ന പൊതുയോഗം CPIM പന്നിത്തടം ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ES മുരളിയുടെ അധ്യക്ഷതയിൽ NCP നേതാവ് AV വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നിയോജക മണ്ഡലം MLAയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ AC മൊയ്തീൻ, LDF നേതാക്കളായ MN സത്യൻ, കുഞ്ഞുപൊറിഞ്ചു, നാസർ ഹമീദ്, ഷംസുദ്ദീൻ കാരങ്ങൽ, PS പ്രസാദ്, KM നൌഷാദ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ജലീൽ ആദൂർ എന്നിവർ സംസാരിച്ചു. CPM പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ സ്വാഗതവും CPI ലോക്കൽ കമ്മിറ്റി അംഗം സത്താർ ആദൂർ നന്ദിയും പറഞ്ഞു. ബഹുജന റാലിക്ക് LDF നേതാക്കളായ V ശങ്കരനാരായണൻ, PS പുരുഷോത്തമൻ, PA ഉണ്ണികൃഷ്ണൻ, TP ലോറൻസ്, അബ്ദുൾ റഹീം, സുഗിജ സുമേഷ്, ഷീജ മണി, MK ശശീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, വേലൂർ. KPCC വിചാർ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനായി വാഹന പ്രചരണം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ വാഹനജാഥയ്ക്ക് വേലൂർ ചുങ്കം സെന്ററിൽ നൽകിയ സ്വീകരണത്തിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് യേശുദാസ് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നൌഷാദ്, ഫ്രെഡി ജോൺ, CD സൈമൺ, ജാഥ ക്യാപ്റ്റൻ, വിചാർ വിഭാഗ ജനറൽ കൺവീനർ സജി തോമസ്, മണ്ഡലം പ്രസിഡന്റ് AP വിൻസെന്റ്, വിചാർ വിഭാഗ കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് V ജിതിൻ മോഹൻ, TL ശോഭന എന്നിവർ സംസാരിച്ചു. LDFിന്റെ നേതൃത്വത്തിൽ തെക്കൻ പാലയൂരിൽ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് നൈറ്റ് മാർച്ചും തെരഞ്ഞെടുപ്പ് പൊതുയോഗവും സംഘടിപ്പിച്ചു. തെക്കൻ പാലയൂരിലുള്ള ബൂത്ത് ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് PK സലീം, AK സുധീർ, ഷാഹിന സലീം എന്നിവർ നേതൃത്വം നൽകി. പൊതുയോഗം CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. LDF ബൂത്ത് കമ്മിറ്റി ചെയർമാൻ സജാദ് ഷഹീർ, PK സലീം എന്നിവർ സംസാരിച്ചു. തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ചാവക്കാട് റോഡ് ഷോ നടത്തി. MLA NK അക്ബർ, മുൻ MLAയും CPM തൃശൂർ ഏരിയ സെക്രട്ടറിയുമായ KV അബ്ദുൾ ഖാദർ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ചാവക്കാട് ചേറ്റുവ ആശാൻപടിയിൽ നിന്നും ആരംഭിച്ച വാഹന റാലി ബ്ലാങ്ങാട് ബീച്ച് റോഡ് വഴി അണ്ടത്തോട് പെരിയമ്പലത്ത് സമാപിച്ചു. അഞ്ചങ്ങാടി, തൊട്ടാപ്പ്, കോളനിപ്പടി, ചാവക്കാട് ബീച്ച്, ബേബി റോഡ്, പുത്തൻകടപ്പുറം, EMS നഗർ, എടക്കഴിയൂർ, അകലാട്, മന്ദലാംകുന്ന്, അണ്ടത്തോട് എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനെ കടങ്ങോട് മേഖലയിൽ സ്വീകരണം നൽകി. LDF നേതാക്കളായ PS പ്രസാദ്, UV ഗിരീഷ്, TP ജോസഫ്, PS പുരുഷോത്തമൻ, ശശി ശേഖരത്ത്, സൗമ്യ സുരേഷ്, ഫ്രാൻസിസ് കൊള്ളന്നൂർ, അഡ്വക്കേറ്റ് KM നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. M ബാലാജി, ഡോക്ടർ KD ബാഹുലയൻ, MN സത്യൻ, KM അഷ്റഫ്, ജലീൽ ആദൂർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. മറ്റു വാർത്തകൾ.
പെയിന്റിങ്ങിനായി വീട് വൃത്തിയാക്കുന്നതിനിടെ വാട്ടർ ഗണ്ണിൽ നിന്ന് ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. ഗുരുവായൂർ എരങ്ങത്തയ്യൽ പറമ്പിൽ കോറോട്ട് വീട്ടിൽ 35 വയസ്സുള്ള ശ്രീജേഷാണ് മരിച്ചത്. തൈക്കാട് പുതുവീട്ടിൽ നജീബിന്റെ വീട് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം. ശ്രീജേഷ് സൺഷെയ്ഡിൽ നിന്നുകൊണ്ട് വാട്ടർ ഗൺ ഉപയോഗിച്ച് കഴുകുന്നതിനിടെ ഷോക്കേറ്റ് വീഴുകയായിരുന്നെന്ന് മറ്റ് തൊഴിലാളികൾ പറഞ്ഞു. എക്സ് പ്രവർത്തകരുടെ സഹായത്തോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ സംസ്കാരം നടക്കും. ആശാ വർക്കർ രേഷ്മയാണ് ഭാര്യ. രുദ്രതീർത്ഥ, ധ്രുവതീർത്ഥ എന്നിവർ മക്കളാണ്. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ വേലിയേറ്റം നാട്ടുകാരിൽ പരിഭ്രാന്തിക്കിടയാക്കി. ഉച്ചയോടുകൂടിയാണ് ശക്തമായ വേലിയേറ്റത്തെ തുടർന്ന് കടൽ വെള്ളം ശക്തിയായി കരയിലേക്ക് അടിച്ചു കയറിയത്. ബീച്ചിൽ പ്രവർത്തിക്കുന്ന കടകളിലേക്ക് വെള്ളം കയറി. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് വെള്ളത്തിൽ മുങ്ങി. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വേലിയേറ്റം മൂലം വെള്ളം കയറുന്നത് പ്രദേശത്തെ കച്ചവടക്കാർക്കും ദുരിതമായി മാറി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ ഓർമ്മ പെരുന്നാൾ ഭക്തി നിർഭരമായി തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരവും പ്രത്യേക ധൂപപ്രാർത്ഥനയും ആശീർവാദവും കൈമുത്തും നേർച്ചയുമുണ്ടായി. തുടർന്ന് രാത്രി പെരുന്നാൾ ആഘോഷ കമ്മിറ്റിയുടെ വാദ്യഘോഷം നടന്നു. ചൊവ്വാഴ്ച കാലത്ത് 8 മണിക്ക് വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും അങ്ങാടി ചുറ്റിയുള്ള റാസയും ശ്ലൈഹിക വാഴവും പ്രത്യേക ധൂപപ്രാർത്ഥനയും കൈമുത്തും പൊതുസദ്യയും നടന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഭയിലെ വൈദിക ശ്രേഷ്ഠർ സഹകാർമ്മികരായി. ഇടവക വികാരി ഫാദർ തോമസ് കുര്യൻ, സെക്രട്ടറി വിവേക് വടക്കൻ, ട്രഷറർ ബിനീഷ് ചെമ്മണ്ണൂർ എന്നിവരടങ്ങിയ കമ്മിറ്റി പെരുന്നാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ബണ്ട് താഴ്ന്നതിനെ തുടർന്ന് നുണക്കടവ് മേഖലയിലെ 100 അടി തോട്ടിൽ അടിഞ്ഞ മണ്ണ് മഴയ്ക്ക് മുൻപ് നീക്കണമെന്ന ആവശ്യവുമായി കർഷകർ രംഗത്തെത്തി. പെരുമ്പടപ്പ് പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിലെ ഏടാംപാടം മേഖലയിൽ ബണ്ട് ഉയർത്തുന്നതിനിടെയാണ് ബണ്ട് ഇടിഞ്ഞു താഴ്ന്ന് തോട്ടിൽ മണ്ണ് നിറഞ്ഞത്. പൊന്നാനിക്കോളിലെ പ്രധാന തോടായ 100 അടി തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലാണ് മണ്ണ് കിടക്കുന്നത്. തൃശൂർ ജില്ലയിലെ വെട്ടിക്കടവ്, കാഞ്ഞിരമുക്ക് BM റെഗുലേറ്ററിലേക്ക് വെള്ളമൊഴുകിയെത്തുന്ന തോടായതിനാൽ കാലവർഷത്തിനു മുൻപ് തോട്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യൽ അത്യാവശ്യമാണ്. വേനൽ മഴയിൽ പോലും തോട്ടിലേക്ക് വെള്ളമെത്തുന്നതിനാൽ എത്രയും പെട്ടെന്ന് മണ്ണ് നീക്കം ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം. മാർച്ച് 27-നാണ് ബണ്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ ബണ്ട് ഇടിഞ്ഞു താഴുകയും 100 അടി തോട്ടിൽ ചെളിക്കൊപ്പം മണ്ണുയരുകയും ചെയ്തത്. 1 മാസമായിട്ടും ഈ മണ്ണ് നീക്കം ചെയ്യുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. മണ്ണ് മാറ്റിയില്ലെങ്കിൽ ശക്തമായ വെള്ളക്കെട്ടുണ്ടായാൽ തോടിനോട് ചേർന്നുള്ള നൂണക്കടവ് പാടശേഖരത്തിന്റെ ബണ്ട് തകരുകയും പാടശേഖരത്തിൽ കൃഷിയിറക്കുന്നതിന് തടസ്സമാവുകയും ചെയ്യും. KLDCയുടെ നേതൃത്വത്തിലുള്ള പണികളായതിനാൽ ഇവർ തന്നെയാണ് മണ്ണ് നീക്കാൻ മുൻകൈയെടുക്കേണ്ടത്. അതേസമയം അടുത്ത ദിവസങ്ങളിലായി മണ്ണ് നീക്കം ചെയ്യുമെന്നും നീരൊഴുക്ക് സുഗമമാക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു. CCTV ന്യൂസ്, പുന്നയൂർകുളം. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പാമ്പാടി കുര്യാക്കോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാ നമസ്കാരത്തോടെ പെരുന്നാൾ ആരംഭിച്ചു. തുടർന്ന് പ്രദക്ഷിണവും നേർച്ച വിളംബരമുണ്ടായി. ഞായറാഴ്ച രാവിലെ 6:30 പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, അനുസ്മരണ പ്രഭാഷണം എന്നിവ നടന്നു. സെക്രട്ടറി KP സാക്സൺ, ട്രഷറർ മോൻസി എബ്രഹാം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഞമനങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാത്രി കളം കൂറയിടുന്നതോടെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ, വൈകിട്ട് ദീപാരാധന, കേളി, തായമ്പക, കളമെഴുത്ത്, കളംപാട്ട്, ചുറ്റുവിളക്ക്, മൂലസ്ഥാനത്തു നിന്ന് താലത്തോടെ എഴുന്നള്ളിപ്പ്, കുതിരയെടുക്കൽ എന്നിവ ഉണ്ടായിരുന്നു. താലപ്പൊലി ദിവസമായ ഇന്ന് രാവിലെ ക്ഷേത്രം തന്ത്രി അഴകത്ത് പ്രകാശൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ, തന്ത്രിപൂജ എന്നിവ നടത്തി. ഉച്ചതിരിഞ്ഞ് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് നടത്തി. ഗജവീരൻ, ഭരണങ്ങാനം ഗണപതി തിടമ്പേറ്റി. വൈകിട്ട് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആനപ്പൂരങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയും തുടർന്ന് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ തലയെടുപ്പുള്ള 10-ൽ പരം ഗജവീരന്മാർ അണിനിരന്നു. ചൊവ്വലൂർ മോഹനന്റെ നേതൃത്വത്തിൽ മേളം അരങ്ങേറി. കാവടി, തെയ്യം, തിറ, കരിങ്കാളി എന്നീ പൂരങ്ങളുടെ വരവ് ഉണ്ടായിരുന്നു. തുടർന്ന് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ കുതിരയെടുക്കൽ നടത്തി പകൽപൂരം സമാപിച്ചു. രാത്രി സംഘദേശം പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചിൻ സ്റ്റാർ ബ്ലൂ മൗണ്ടിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, പുന്നയൂർകുളം.
ചെമ്മണ്ണൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ചെമ്മണ്ണൂർ സ്വദേശികളായ സജിത, മാധവി, സജിത്ത് എന്നിവർക്കാണ് പരിക്ക്. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടുകൂടിയായിരുന്നു സംഘർഷം. 2 കമ്മിറ്റിക്കാർ തമ്മിൽ ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന സമയക്രമത്തെ ചൊല്ലി വാക്കുതർക്കം നടന്നിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വഴി ഇരു കമ്മിറ്റിക്കാരും വീണ്ടും സംഘർഷം ഉണ്ടാവുകയായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് നടപടികൾ സ്വീകരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുന്നിയൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പ് നടന്നു. കുഴിങ്ങരയിൽ നടന്ന വാർഷിക യോഗം സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും കൂടിയായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് O. ഏനുവിന്റെ അധ്യക്ഷതയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ സെക്രട്ടറി ജോജി തോമസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. തുടർന്ന് റിപ്പോർട്ട് അവതരണവും കണക്ക് അവതരണവും നടന്നു. പുന്നിയൂർ യൂണിറ്റ് ജില്ലാ കൗൺസിൽ മെമ്പർ KP ഉണ്ണി ആശംസകൾ നേർന്നു. തുടർന്ന് നടത്തിയ തെരഞ്ഞെടുപ്പ് ജില്ലാ ജനറൽ സെക്രട്ടറി ലൂക്കോസ് തലക്കോട് നിയന്ത്രിച്ചു. സെക്രട്ടറി KV ജോണി സ്വാഗതവും ട്രഷറർ മുസ്തഫ നന്ദിയും പറഞ്ഞു. വേനലിൽ തരിശിട്ട് കിടക്കുന്ന പാടശേഖരത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്ത് വിജയം നേടിയിരിക്കുകയാണ് കുണ്ടന്നൂർ വാഴപ്പിള്ളി വീട്ടിൽ സേവി. കുണ്ടന്നൂർ തെക്കേക്കര വെട്ടിക്കൽ പാലത്തിന് സമീപം 1 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലാണ് സേവി തണ്ണിമത്തൻ വിളയിച്ചത്. രൂപ ചെലവഴിച്ച് ചെയ്ത തണ്ണിമത്തൻ കൃഷി വൻ ലാഭകരമായി തീർന്നിരിക്കുകയാണ്. സാധാരണ തണ്ണിമത്തനും കിരൺ വിഭാഗത്തിൽപ്പെട്ട തണ്ണിമത്തനുമാണ് കൃഷി ചെയ്തിട്ടുള്ളത്. പുല്ല് വരാതിരിക്കാൻ മൾട്ടി ഷീറ്റിട്ട് വിത്ത് വിതച്ച് ചാണകപ്പൊടി ഉൾപ്പെടെയുള്ള ജൈവവളങ്ങൾ ഉപയോഗിച്ച് 2 നേരവും നല്ല രീതിയിൽ നനച്ചാണ് മികച്ച വിളവ് നേടിയത്. 45 ദിവസം എത്തിയപ്പോൾ പൂക്കൾ വിരിയുകയും 75 ദിവസമായപ്പോൾ വിളവെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു. ഇതിനോടകം 500 കിലോ വിൽപ്പന നടത്തി. ഇനി 2000 കിലോയോളം വിളവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അമ്മ കൊച്ചുമേരി, ഭാര്യ മിഥു, മക്കളായ ഇവാൻ എന്നിവർ സേവിക്ക് സഹായത്തിനുണ്ട്. സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനാണ് സേവി. സൂര്യകാന്തി, പയർ, വെണ്ട, വെള്ളരി, ചീര എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. വരുമാനമാർഗം എന്നതിലുപരി കൃഷി ശരീരത്തിനും മനസ്സിനും ഉന്മേഷവും ആരോഗ്യവും നൽകുന്ന ഉപാധിയാണെന്ന് തരം വെറൈറ്റിയാണ് വെച്ചോണേ. കിരണും പിന്നെ നോർമലാണ് വെച്ചോണേ. നമ്മളിത് ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ഷീറ്റ് ഇട്ടിട്ടാണ് ചെയ്ത് നോക്കണേ. മൾട്ടി ഷീറ്റിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പുല്ല് വരില്ല. അതായത് നമ്മൾ നടുന്ന സ്ഥലത്ത് പുല്ല് വരില്ല, ബാക്കി എല്ലാ സ്ഥലത്തും പുല്ല് വരും. അത് നമ്മൾ അതിൻ്റെ മരുന്നും കാര്യങ്ങളും അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യണേ. പക്ഷെ ഇതിൽ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പുല്ല് ഒരു തരം ഇതിന് നല്ലതാണ്. അതായത് തണ്ണിമത്തന് കാണാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ തണ്ണിമത്തിന് ഒരു തണൽ കിട്ടാനൊക്കെ ആയിട്ട് പുല്ല് നല്ലതാണ്. പിന്നെ ഇതിലിപ്പോൾ ഏകദേശം ഒരു 500 കിലോത്തോളം ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ബാക്കി നമ്മൾ ഇനി ഒരു 2000 കിലോ കിട്ടും നമ്മൾ പ്രതീക്ഷിക്കും. വരും വർഷങ്ങളിലും കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുവാനാണ് സേവിയുടെ ആഗ്രഹം. CCTV ന്യൂസ്, എരുമപ്പെട്ടി. വേലൂർ പുലിയന്നൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറിഞ്ഞ് അതിഥി തൊഴിലാളിയായ ഡ്രൈവർക്ക് പരിക്കേറ്റു. മണ്ണുത്തിയിൽ താമസക്കാരനായ അസം സ്വദേശി അസ്ലമിനാണ് പരിക്ക്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരുന്നു അപകടം. പുലിയന്നൂർ ഓട്ടോ പാർക്കിന് സമീപത്ത് വെച്ച് ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറിയുകയായിരുന്നു. പാഴ്സൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്ന വാഹനം റോഡരികിലുള്ള പറമ്പിലേക്കാണ് മറിഞ്ഞത്. പരിക്കേറ്റ അസ്ലമിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതം മൂലം ഷാർജയിൽ മരണമടഞ്ഞ പെരുമ്പിലാവ് പുഴിക്കുന്നത്ത് ഉമ്മറിന്റെ മകൻ ഷാനുവിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് കബറടക്കി. ഏപ്രിൽ 10 ഷാർജയിലെ താമസ സ്ഥലത്ത് വെച്ചാണ് ഷാനു മരിച്ചത്. പെരുമ്പിലാവിലെ വീട്ടിൽ പൊതുദർശനത്തിനും മയ്യത്ത് നമസ്കാരത്തിനും ശേഷം പെരുമ്പിലാവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കം നടത്തി. സംസ്കാര ചടങ്ങിൽ ഷാനുവിന്റെ ബന്ധുമിത്രാദികളും സാമൂഹിക, സാംസ്കാരിക, മതരാഷ്ട്രീയ രംഗത്തുള്ള നിരവധി പേർ പങ്കെടുത്തു. ഗൾഫിൽ ആശുപത്രി ജീവനക്കാരനായിരുന്നു ഷാനു. അൻസാർ സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് റയാൻ ഏക മകനാണ്. പഴഞ്ഞി അയ്യൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന ഗീവർഗീസ് സഹതയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷം സമാപിച്ചു. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായിരുന്നു ഇടവക പെരുന്നാൾ ആഘോഷം. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് സന്ധ്യാ നമസ്കാരം, 8-ന് അയ്യൂർ ജംഗ്ഷനിലേക്ക് പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിതരണം എന്നിവയുണ്ടായി. രാത്രി ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകളും നടന്നു. ചൊവ്വാഴ്ച രാവിലെ 8:30-ക്ക് കുർബാന, ഉച്ചയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് സമാപിച്ചു.
വൈകിട്ട് 5 മണിക്ക് പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദ്യ എന്നിവ ഉണ്ടായി. പെരുന്നാളിന് വികാരി ഫാദർ ജോർജ് ചാക്കോ, കൈക്കാരൻ CG ടൈറ്റസ്, സെക്രട്ടറി VK ജോൺ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. പുന്നൂർക്കുളം ആൽത്തറ മർച്ചന്റ് അസോസിയേഷൻ 44-ാം വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:30 കുന്നത്തൂർ PM പാലസിൽ പ്രത്യേകം സജ്ജമാക്കിയ VK കുമാരൻ നഗറിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ അധ്യക്ഷനായി. ഭദ്രം കുടുംബം സുരക്ഷാ പദ്ധതിയിൽ നിന്ന് 10 ലക്ഷം രൂപ സഹായ വിതരണം സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ നിർവഹിച്ചു. നിയോജക മണ്ഡലം കൺവീനർ ജോജി തോമസ് സൗഭാഗ്യനിധി സമ്മാന വിതരണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി വിജി ബാലകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി IK സച്ചിദാനന്ദൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ VK അബ്ദുൽ ഷുക്കൂർ വാർഷിക കണക്കവതരണവും നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഷാലിമാർ മുഹമ്മദ് അലി സംസാരിച്ചു. തുടർന്ന് വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. KV അബ്ദുൽ ഹമീദ് വരണാധികാരിയായി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KM പ്രകാശൻ സ്വാഗതവും സെക്രട്ടറി MV ജോസ് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പുന്നൂർക്കുളം. പഴഞ്ഞി പെരുന്തിരുത്തി മാർ ബെസേലിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ തെക്കുമുറി ഗീവർഗീസ് സഹദ സ്മാരക കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് കുരിശുപള്ളിയിൽ സന്ധ്യാനമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം എന്നിവയുണ്ടായി. ചൊവ്വാഴ്ച രാവിലെ വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ കുർബാന അർപ്പിച്ചു. കുരിശുപള്ളിയിലേക്ക് വാദ്യമേളങ്ങളുമായ പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിതരണം എന്നിവ നടന്നു. പെരുന്നാളിനെ വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ, കൈസ്ഥാനി CC സക്കറിയ, സെക്രട്ടറി K മോഹൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ പെരുന്നാൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ആഘോഷിച്ചു. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത സന്ധ്യാനമസ്കാരവും അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു. തുടർന്ന് പ്രദക്ഷിണവും നേർച്ച വിളമ്പലും ഉണ്ടായി. ചൊവ്വാഴ്ച കാലത്തെ വിശുദ്ധ മൂന്നിമേൽ കുർബാനയ്ക്ക് വികാരി ഫാദർ VM ഷാമുവൽ, സെന്റ് തോമസ് കിഴക്കേ പുത്തൻപള്ളി വികാരി ഫാദർ TC ജേക്കബ്, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. അനുഗ്രഹ പ്രഭാഷണവും പ്രദക്ഷിണവും നേർച്ച സദ്യയും ഉണ്ടായി. പരിപാടികൾക്ക് ട്രസ്റ്റി ഡിക്സൺ ചെറിയാൻ, സെക്രട്ടറി കുഞ്ഞുമോൻ ജേക്കബ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്ലാസ്റ്റിക് ഇല്ലാത്ത കച്ചവട സ്ഥാപനങ്ങൾ പ്ലാസ്റ്റിക്കും യൂസർ ഫീയും നൽകണമെന്ന ഗുരുവായൂർ നഗരസഭയുടെ നിലപാട് മാറ്റണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ഇക്കാരണം പറഞ്ഞ് ലൈസൻസ് നിഷേധിക്കുന്നതായും സമ്മേളനത്തിൽ ആരോപണമുയർന്നു. അനധികൃത വഴിയോര കച്ചവടങ്ങൾ നിർത്തലാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PI ആൻഡോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, നിയോജക മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ, ജനറൽ കൺവീനർ ജോജി തോമസ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി രമേഷ് കുമാർ പുതൂർ, ട്രഷറർ മധുസൂദനൻ കേനേടത്ത്, വനിതാ വിഭാഗം പ്രസിഡന്റ് സുബിത മഞ്ജു, യൂത്ത് വിംഗ് പ്രസിഡന്റ് K രമേഷ്, KK സേതുമാധവൻ, CT ഡെന്നീസ്, AV ജയരാജ്, PC സന്തോഷ് കുമാർ, N രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അച്ഛനമ്മമാരില്ലാത്ത പിഞ്ചു ബാല്യങ്ങളുടെ കിനാവുകൾ സാക്ഷാത്കരിക്കുകയാണ് അധ്യാപകരായ ദമ്പതികൾ. അനാഥ മന്ദിരത്തിലെ അന്തേവാസികളോടൊപ്പം ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ പങ്കിടുകയാണ് അധ്യാപകരും മാതൃകാ ദമ്പതികളുമായ സാൻഡി ഡേവിഡും ലിജിയും. റിപ്പോർട്ടിലേക്ക്. എടക്കഴിയൂർ CD സാഹിബ് ഹൈസ്കൂളിലെ അധ്യാപകനാണ് സാൻഡി ഡേവിഡ്. പത്നി ലിജി ചൂണ്ടൽ LIGHSലെ അധ്യാപികയും. ആദ്യ ശമ്പളം കിട്ടിയപ്പോൾ തുടങ്ങിവെച്ച യാത്ര 23 വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുല്ലഴി ക്രിസ്റ്റീന ഹോം, സെന്റ് ആൻസ്, കൊഴിഞ്ഞമ്പാറ റീഹാബിലിറ്റേഷൻ സെന്റർ, സാവിയോ ഹോം തുടങ്ങിയ അനാഥ മന്ദിരങ്ങളിലുള്ള അന്തേവാസികളുടെ കൂടെയാണ് ഇരുവരും ആനന്ദം പങ്കിടുന്നത്. ഈ അനാഥാലയത്തിലെ അന്തേവാസികളെ ഒരു ദിവസമെങ്കിലും ഒന്ന് ആടിപ്പാടി അവരുടെ ആഹ്ലാദത്തിൻ്റെ ലോകത്തേക്ക് എത്തിക്കാനുള്ള ഒരു ഐഡിയ തോന്നിയത്. ഇപ്പോൾ തുടർച്ചയായിട്ട് 24 വർഷം ഇത് നടത്താനായി. മക്കളായ ഷാരോണും സാന്ദ്രയും സിയോണും പൂർണ്ണ പിന്തുണയുമായി എല്ലാ യാത്രകളിലും പങ്കെടുക്കും. വ്യത്യസ്തമാർന്ന സമ്മാനപ്പൊതികളും വിഭവസമൃദ്ധമായ ഭക്ഷണവും യാത്രകളിൽ മുടക്കാറില്ല. പറപ്പൂരിലുള്ള ജോൺ CF, ശ്രീനാഥ്, ഡാൽവിൻ ജോഷി, റെജി കിള്ളിമംഗലം, സന്തോഷ് ചാക്കോ, റീന ഫ്രാൻസിസ് എന്നിവരും വിനോദയാത്രകളിൽ നേതൃത്വം നൽകുന്നുണ്ട്. CCTV ന്യൂസ്, ചാവക്കാട്.
പൈതൃകം ഗുരുവായൂരിന്റെ ഭാഗവതോത്സവത്തിന്റെ ഭാഗമായി ആചാര്യ സംഗമം സംഘടിപ്പിച്ചു. ആത്മീയ പ്രഭാഷണ രംഗത്ത് പ്രശസ്തരായ 9 സന്യാസിമാരെയാണ് പൊന്നാട ചാർത്തി ഫലകവും ദക്ഷിണയും നൽകി ആചാര്യവന്ദനം നടത്തിയത്. ചെറുശ്ശേരി വിവേകാനന്ദ ആശ്രമം ആചാര്യൻ സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതിയായിരുന്നു മുഖ്യ ആചാര്യൻ. ഗായത്രി ഗുരുകുലം ആചാര്യൻ അരുൺ പ്രഭാകരൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി, രാധാദേവി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. ഡോക്ടർ DM വാസുദേവൻ, PS പ്രേമാനന്ദൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഡോക്ടർ KB പ്രഭാകരൻ, AK ദിവാകരൻ, മധു K നായർ, ശ്രീകുമാർ P നായർ, മണലൂർ ഗോപിനാഥ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ പന്തായിൽ അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. തന്ത്രി പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ചെറുവല്ലൂർ പ്രദീപ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ശിവകൃഷ്ണ മാതൃസമിതിയുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണം, വിവിധ സമിതികളുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായി. ചങ്ങരംകുളത്തെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചങ്ങരംകുളം നരണിപ്പുഴയിൽ താമസിക്കുന്ന 38 വയസ്സുള്ള ദിബീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം എടപ്പാൾ റോഡിൽ ഗോപിക ഫർണിച്ചറിന് മുന്നിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് നാട്ടുകാർ റോഡരികിൽ ദിബീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് എത്തി മൃതദേഹം ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മേഖലയിൽ സ്വകാര്യ ബസ്സിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഇയാൾ മാതാവ് നളിനിക്കൊപ്പം നരണിപ്പുഴയിൽ വാടക ക്വാർട്ടേഴ്സിലാണ് താമസം. അക്കിക്കാവ് കരിക്കാട് വില്ലന്നൂരിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വില്ലന്നൂർ സ്വദേശി ഒലിച്ചിയിൽ വീട്ടിൽ 24 വയസ്സുള്ള ഷംസുദ്ദീനെയാണ് ഇന്ന് രാവിലെ 10 മണിയോടെ വീടിന്റെ മുകളിലത്തെ നിലയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6605 രൂപ, സ്വർണം പവന് 52,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 87 രൂപ. ചർമ്മം പുന്നൂക്കാവ് മാറത്ത് രാവുണ്ണി നിര്യാതനായി. 102 വയസ്സായിരുന്നു. ദീർഘകാലം BJP പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കോട്ടപ്പടി ശ്മശാനത്തിൽ നടക്കും. കുട്ടിപ്പെണ്ണ് ഭാര്യയും പുഷ്പാകരൻ, മാലതി, ലത, സീന എന്നിവർ മക്കളുമാണ്. കുന്നംകുളം പള്ളിപ്പുറം കല്ലറയ്ക്കൽ KM മാത്യു മുംബൈയിൽ നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് അർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ഡോക്ടർ മേരി മാത്യു ഭാര്യയും എലിസബത്ത് മകളുമാണ്. എരുമപ്പെട്ടി ITC റോഡിൽ താമസിക്കുന്ന കണ്ടിരുത്തി സുബ്രഹ്മണ്യൻ എന്ന മണി നിര്യാതനായി. 76 വയസ്സായിരുന്നു. വിലാസിനി ഭാര്യയും രാജില, രാധിക, രാജീവ് എന്നിവർ മക്കളുമാണ്. കുന്നംകുളം ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡിൽ കൂത്തൂർ ഉട്ടൂപ്പ് മകൻ ഷാമു നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10:30 അടുപ്പുട്ടി പള്ളി സെമിത്തേരിയിൽ നടക്കും. ഗ്രേസി ഭാര്യയാണ്. മിൻഡോ, ജിൻഡോ എന്നിവർ മക്കളാണ്. പുന്നയൂർ കുഴിങ്ങര പള്ളിക്ക് വടക്ക് ഭാഗം പരേതനായ ചിറ്റാറയിൽ മുഹമ്മദ് മകൻ അരീക്കാട്ടയിൽ AK അബൂബക്കർ കുട്ടി ഹാജി നിര്യാതനായി. 85 വയസ്സായിരുന്നു. കബറടക്കം കുഴിങ്ങര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ബീവാത്തുകുട്ടി ഭാര്യയും സുബൈർ, നസീർ, ഫൈസൽ, ഹിലാൽ എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ പ്രചരണം കൊട്ടിക്കലാശത്തിലേക്ക്. നാളെ പരസ്യ പ്രചരണത്തിന് സമാപനം. സ്ഥാനാർത്ഥികൾ അവസാനഘട്ട പര്യടനത്തിൽ. രാഷ്ട്രീയ നേതൃത്വം ചൂടേറിയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി സജീവം. വോട്ടെടുപ്പ് വെള്ളിയാഴ്ച. പെയിന്റിങ്ങിനായി വീട് വൃത്തിയാക്കുന്നതിനിടെ വാട്ടർ ഗണ്ണിൽ നിന്ന് ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. ഗുരുവായൂർ എരങ്ങത്തയിൽ പറമ്പിൽ കോറോട്ട് വീട്ടിൽ 35 വയസ്സുള്ള ശ്രീജേഷാണ് മരിച്ചത്. തൈക്കാട് പുതുവീട്ടിൽ നജീബിന്റെ വീട് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം. ചെമ്മണ്ണൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിനിടെ ഉണ്ടായ സംഘർഷം. 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റവർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv.online.tv. നമസ്കാരം.